കേരളയാത്രയിൽ കാന്തപുരം ഉസ്താദിന്റെ കൂടെ ചെലവഴിച്ച ദിവസങ്ങളെക്കുറിച്ച് സുലൈമാൻ സഖാഫി മാളിയേക്കൽ എഴുതിയ 1021 ലക്കം റിസാലാവാചികയിൽ പ്രസിദ്ധപ്പെടുത്തിയ ലേഖനത്തിൽ നിന്നെടുത്ത ഭാഗത്തിന്റെ ശബ്ദാവിഷ്കാരം. സ്വീകരണവും പരിപാടികളും പ്രസംഗങ്ങളും ഭക്ഷണവും കഴിഞ്ഞ് രാത്രി ഏറെ വൈകി ഉറങ്ങുന്ന ഉസ്താദ് 3 മണിക്ക് തന്നെ ഓരോ ദിവസവും ഉണർന്നിരിക്കും. ചിലപ്പോൾ ഞങ്ങളും ഉസ്താദിന്റെ മുറിയിലോ അതിന്റെ ചാരത്തോ കിടന്നുറങ്ങും. കട്ടിലിൽ ഉണർന്നിരുന്നു ബാത്റൂമിലേക്ക് എഴുന്നേറ്റ് പോകുന്നത് കാണാനാണ് രസം. കാലുകൾ താഴെ വെക്കുന്നതിന്റെ മുമ്പ് സൂക്ഷിച്ചു നോക്കും. അവിടെയായിരിക്കും ചിലപ്പോൾ ഡ്രൈവറുടെ അന്തിയുറക്കം. കൂടെയുള്ളവർ റൂമിന്റെ പല ഭാഗങ്ങളിലായി ചുരുണ്ടുകൂടി കിടക്കുകയാണല്ലോ. ഞങ്ങളെ ആരെയും ഉണർത്താതെ ബാത്റൂമിലേക്ക് പോകാനുള്ള ശ്രമമാണ് ഉസ്താദ് നടത്തുന്നത്. ഒടുവിൽ ആ ശ്രമം വിജയിച്ചതായി വിശ്വസിച്ച് ഉസ്താദ് ബാത്റൂമിലേക്ക് കടക്കുമ്പോൾ ഞാൻ പുതപ്പിനുള്ളിൽ കിടന്ന് വീണ്ടും വിസ്മയം കൊള്ളും. ഈ മനുഷ്യൻ ആരാണ്? വുളു ചെയ്തു വന്നാൽ പിന്നെ നിസ്കാരമാണ്, പിന്നെ എന്തെല്ലാം പ്രാർത്ഥനകളാണ്. കേരളയാത്രയിൽ ഉസ്താദിന്റെ വാഹനവ്യൂഹത്തിന്റെ ഇരുവശങ്ങളിലും ജനങ്ങൾ തിങ്ങിക്കൂടി നിൽക്കുന്നു. ഉസ്താദിനെ ഒന്ന് കാണാനാണ്. തിരക്ക് വർദ്ധിക്കുമ്പോൾ ഞാൻ ഉസ്താദിനോട് പറയും, ഒന്ന് പുറത്തേക്ക് കൈവീശണം. അപ്പോൾ സ്വലാത്തിന്റെ ഏടിൽ നിന്ന് തല ഉയർത്തി പുറത്തേക്ക് നോക്കി പുഞ്ചിരിക്കും, കൈവീശും. വീണ്ടും പ്രാർത്ഥനയുടെ ഏടിലേക്ക് മടങ്ങും. യാത്രയിലുടനീളം ഇത് തുടർന്നു. ഒരു ഏടും മാലയുമാണോ ഈ മനുഷ്യന്റെ ജീവിതം? ഞാൻ പലപ്പോഴും വിസ്മയപ്പെടുമായിരുന്നു. 15 ദിവസം ഞാൻ ഉസ്താദിന്റെ കൂടെ വണ്ടിയിൽ യാത്ര ചെയ്തു. ഒരുപക്ഷെ മാല അല്ലെങ്കിൽ ഏട് ഇല്ലാത്ത ഒരു നേരവും ഞാൻ കണ്ടിട്ടില്ല. പലപ്പോഴും സ്വലാത്തിന്റെ ഏടിൽ മുഴുകിയിരിക്കുന്ന ഉസ്താദിനെ ഇത് കേരളയാത്രയാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കും. ചൊല്ലിവെച്ച പേജുകൾക്കിടയിൽ വിരൽ വെച്ച് ഏടടച്ചു പിടിക്കുന്ന ഉസ്താദ് എന്നോട് പരിതപിക്കും, നീ ഇതൊന്ന് ചൊല്ലിത്തീർക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ എന്ന്. ഇന്ന് പകലിൽ തന്നെ ഏട് പലതവണ ഓതിയും ചൊല്ലിയും തീർത്തിട്ടുണ്ട് ഈ മനുഷ്യൻ. ഇനി കുറച്ചുനേരം പുറത്തേക്ക് നോക്കി കൈവീശാം. എന്നാൽ അങ്ങനെയാകട്ടെ എന്ന ഭാവത്തിൽ പുറത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു തുടങ്ങുമ്പോഴേക്ക് വലത് കൈയിൽ തസ്ബീഹ് മാല ഉരുണ്ടു തുടങ്ങിയിരിക്കും. യാത്രകളിൽ പലപ്പോഴും വെള്ളിയാഴ്ച ഓതേണ്ട അൽകഹഫോ സ്വലാത്തോ ചെല്ലാൻ കഴിയാറില്ല. സമയക്കുറവ് തന്നെ കാരണം. പക്ഷേ കേരളയാത്രയിൽ എനിക്കത് തിരുത്തേണ്ടി വന്നു. വെള്ളിയാഴ്ച ജുമഅ വരെ ഉസ്താദ് അൽകഹഫിലും സ്വലാത്തിലുമായിരിക്കും. അത് കടമയ്ക്ക് വേണ്ടി ഓതിത്തീർക്കുകയല്ല, പല തവണകളായി ഉസ്താദ് അത് നിർവഹിക്കും. പലപ്പോഴും സ്വലാത്തിൽ ഈ മനുഷ്യൻ ലയിച്ചിരിക്കുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഈ മഹാമനുഷ്യ ആരാണ്? ഒരു കാര്യം ഉറപ്പാണ്, തന്റെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഉസ്താദ് ഒന്നും വിട്ടുപോകുന്നില്ല. സുന്നത്തുകൾ, വെർദുകൾ, ദിക്റുകൾ, സ്വലാത്തുകൾ, പ്രാർത്ഥനകൾ എല്ലാം സമയത്തിന് മുറ പോലെ നടക്കുന്നു കൃത്യമായി. നമ്മളൊക്കെ സമയമില്ലെന്ന് പറഞ്ഞ് പല കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നത് ഒളിച്ചോട്ടമാണ്, ഒരു ഒഴിഞ്ഞുമാറ്റമാണ്. ഉസ്താദിന് എല്ലാറ്റിനും ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഖജനാവിന്റെ അനന്തതയിൽ നിന്ന് അനുഗ്രഹിച്ചു കിട്ടിയ സമയം.